PV അൻവറിൻ്റെ UDF പ്രവേശനത്തിനുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ അത് പൂർണ്ണമായും കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. കാരണം അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിരിക്കെ നിരന്തരം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയും ശരിക്കും പിണറായി വിജയന് വേണ്ടി വാദിക്കുകയും ചെയ്തിരുന്ന ഒരു ഇടതുപക്ഷ MLA ആയിരുന്നു. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയോട് സൂചിപ്പിക്കുകയും എന്നാൽ അനുകൂലമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ വരുന്ന സമയത്ത് അത് ADGPയുടെ വിഷയത്തിലായാലും അതുപോലെ തന്നെ P ശശിയുടെ വിഷയത്തിലായാലും അതിനനുകൂലമായ ഒരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പരസ്യ നിലപാടുകളിലേക്ക് പോവുകയും ADGP സ്വർണ്ണവേട്ട നടത്തിക്കൊണ്ട് അവരിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്ത് വേറെ വഴിക്ക് ഉപയോഗിച്ചു എന്നൊക്കെ തരത്തിലുള്ള അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. അതുപോലെ P ശശിയാണ് ഇത്തരത്തിലുള്ള അഴിമതികൾക്കൊക്കെ ഒത്താശ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ നിലപാടുകളോട് ഇടതുപക്ഷം പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കാതെ വന്ന സമയത്ത് സ്വന്തം നിലപാടുകൾ അംഗീകരിക്കാതെ വന്നതിൻ്റെ ഒരു നിരാശയിൽ നിന്ന് അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോവുകയും ആ പരസ്യ പ്രതികരണത്തോട് സമൂഹത്തിൽ പ്രത്യേകിച്ച് UDF വൃന്ദങ്ങളിൽ നിന്ന് പോലും വലിയ അനുകൂലമായ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ PV അൻവറിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം UDFിലേക്ക് പോകാതെ ഒരു പാർട്ടി ഉണ്ടാക്കി സ്വന്തം നിലപാട് വെളിപ്പെടുത്താനും ഇടതുപക്ഷത്തു നിന്ന് പോലും ആളുകളെ സ്വന്തം അണിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. പക്ഷെ ആ ശ്രമം ആദ്യകാലത്തൊക്കെ വിജയിക്കുമെന്ന് തോന്നിയെങ്കിലും ബൈ ഇലക്ഷൻ്റെ സമയമായപ്പോഴേക്ക് അത് നിരാശാജനകമായ ഒരു അനുഭവമായിട്ടൊരു പക്ഷേ PV അൻവറിന് തോന്നിയിട്ടുണ്ടാവാം. അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരൻ കൂടിയാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് തനിക്ക് ലാഭകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തീർത്തും ഈ ഇടതുപക്ഷ രാഷ്ട്രീയം വിട്ട് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ അത് ഉപതെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ അദ്ദേഹം പരിശോധിച്ചു. പക്ഷേ അനുകൂലമായ അല്ലെങ്കിൽ ഗുണകരമായ ഒരു അനുഭവം UDF ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കുറച്ചു കാലം നിശബ്ദനായിരിക്കുകയായിരുന്നു, ഏതാണ്ട് പിൻവലിഞ്ഞ രീതിയിൽ നിശബ്ദനായിരിക്കുകയായിരുന്നു. ഇനിയും വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെയൊക്കെ കാലമാകുമ്പോഴേക്കും തനിക്ക് ഒരു രാഷ്ട്രീയ അഭയം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല, ഒരു രാഷ്ട്രീയ ലാഭവും ഉണ്ടാവുകയില്ല എന്നുള്ള ബോധ്യം PV അൻവറിന് നല്ലതുപോലെയുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ചും ADGPയെ സംബന്ധിച്ചും ഒക്കെ മാത്രം ബാധിച്ചുകൊണ്ടിരുന്ന ഈ PV അൻവർ ഇപ്പോൾ ഒരു പുതിയ ജനകീയ വിഷയത്തിൽ ഇടപെടുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു ദിവസം ജയിലിലാവുകയൊക്കെ ചെയ്തെങ്കിലും കോടതി അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചതോടുകൂടി ഒരു പുതിയ പരിവേഷം PV അൻവറിന് ഉണ്ടായിരിക്കുകയാണ്. കാരണം ജനകീയനാവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിൽ കുറേയൊക്കെ വിജയിച്ചു എന്ന് തോന്നിയത് കൊണ്ടാവാം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെതിരെ UDF നേതാക്കളൊക്കെ അനുകൂലമായിട്ട് പ്രതികരിച്ചു. പ്രധാനമായിട്ടും RSPയിലെ പ്രേമചന്ദ്രനും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ PV അൻവറിനോട് മുഖ്യമന്ത്രിയും P ശശിയും പ്രതികാര നടപടികൾ സ്വീകരിച്ചതാണ് എന്നുള്ള തരത്തിൽ സംസാരിക്കുകയുണ്ടായി. ഏതായാലും ശരി, UDFിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിനോട് എതിർപ്പുള്ള യുവ നേതാക്കൾ കോൺഗ്രസിലുണ്ട്. അവർ പരസ്യമായിട്ട് തന്നെ അവരുടെ പ്രതികരണം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാത്യു കുഴൽനാടനും VT ബൽറാമും തങ്ങൾക്കുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി. കേവല രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി വരുന്ന ആളുകളെ പൂർണ്ണമായിട്ട് നിരുപാധികം സ്വീകരിക്കാനുള്ള നിലപാടുകൾ ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ വസ്തുത മനസ്സിലാക്കി തനിക്കൊരു രാഷ്ട്രീയ അഭയം UDFിൽ ഉണ്ടാകണം എന്ന് PV അൻവർ മുൻകൂട്ടി കാണുന്നു.
അതിനനുസരിച്ച് അദ്ദേഹം മുസ്ലിം ലീഗ് നേതാക്കളെ കാണുന്നു, പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നു, അതുപോലെ തന്നെ VD സതീശനുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകണമെന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി നിലനിൽക്കെ പലരും അത് VT ബൽറാം ഈ പ്രത്യക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഇമേജിന് ചില കോട്ടങ്ങൾ ഒക്കെ തട്ടിയിരുന്നു. ഇപ്പോൾ ആദർശത്തിന്റെ കൃത്യമായ ഒരു ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഇവരൊക്കെ അഭിപ്രായങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. ഏതായാലും ഈ അദ്ദേഹത്തിന്റെ UDF പ്രവേശനത്തിലെ ചില ഉപാധികളൊക്കെ കോൺഗ്രസും UDFും വെക്കുമെന്ന് ഉറപ്പായിരിക്കെ PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം UDFന് ഗുണം ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതായാലും ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഈ കൂറുമാറ്റം, അത് അർത്ഥത്തിൽ കൂറുമാറ്റമാണ്, ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്കുള്ള ഈ വരവ് കൂടുതൽ ലാഭകരമാവുമോ അത് കൂടുതൽ നഷ്ടത്തിലേക്ക് പോകുമോ എന്ന് PV അൻവറും PV അൻവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ UDFിലേക്ക് വരുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ലാഭം UDFിനുണ്ടാകുമോ എന്നും രണ്ടു കൂട്ടരും ചർച്ച ചെയ്യും. ഏതായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചരടുവലികൾക്കും കളം മാറ്റങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കാലത്ത് കൂടുതൽ പ്രസക്തിയുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം.